എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എത്രയൊക്കെ സ്നേഹിക്കുന്ന വളർത്തുമൃഗമായാലും ശരി, അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഒരു മൃഗമായാലും ശരി, ഒരു ചെറിയ കടിയോ മാന്തലോ കിട്ടിയാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യമെത്തുന്നൊരു പേടിയാണ് റാബീസ്, അല്ലേ? എന്നാൽ ആ പേടിയെ ശരിയായ അറിവ് കൊണ്ട് നമുക്ക് എങ്ങനെ നേരിടാം? റാബീസ് ബാധ ഏൽക്കാതിരിക്കാൻ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു വിചിത്രമായ കണക്കാണ്, അല്ലേ? റാബീസ് പിടിപെട്ട് കഴിഞ്ഞാൽ മരണം ഏതാണ്ട് 100% ഉറപ്പാണ്. പക്ഷേ അതേസമയം തന്നെ ശരിയായ സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമുക്കതിനെ 100% പ്രതിരോധിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് സംസാരിക്കുന്ന ഈ വിവരങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത്. ശരിക്കും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു രോഗമല്ല. ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള മുൻകരുതലുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ റാബീസിൻ്റെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു മൃഗവുമായി സമ്പർക്കമുണ്ടായാൽ, അതായത് ഒരു കടിയോ മാന്തലോ കിട്ടിയാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ അപകടസാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുകയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്മുടെ എല്ലാം മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണല്ലേ? ഒരു പട്ടിയോ പൂച്ചയോ നമ്മുടെ ദേഹത്ത് വെറുതെ ഒന്ന് തൊട്ടുപോയാൽ പേടിക്കണോ? അതോ കടിച്ചാൽ മാത്രം പേടിച്ചാൽ മതിയോ? ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ അപകടസാധ്യതയെ പ്രധാനമായും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 മൃഗം നമ്മളെ തൊടുകയോ അല്ലെങ്കിൽ മുറിവൊന്നുമില്ലാത്ത തൊലിപ്പുറത്ത് നക്കുകയോ ചെയ്താൽ സാധാരണയായി ചികിത്സയൊന്നും വേണ്ട. ആ ഭാഗം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ മതി. ഇനി കാറ്റഗറി 2ലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതായത് തൊലിപ്പുറത്ത് രക്തം വരാത്ത ചെറിയ പോരലുകളോ മറ്റോ ആണെങ്കിൽ മുറിവ് വൃത്തിയാക്കണം. അതോടൊപ്പം റേബീസ് വാക്സിനും എടുക്കണം. ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാറ്റഗറി 3. തൊലി തുളച്ചുകയറുന്ന തരത്തിലുള്ള കടിയോ ആഴത്തിലുള്ള മാന്തലോ അല്ലെങ്കിൽ നേരത്തെ മുറിവുള്ള ഭാഗത്ത് മൃഗം നക്കുകയോ ചെയ്താൽ അത് കാറ്റഗറി 3ൽ വരും. ഇതിന് മുറിവ് വൃത്തിയാക്കണം, വാക്സിൻ എടുക്കണം, കൂടെ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് RIG എന്നൊരു അധിക പരിരക്ഷ കൂടി വേണ്ടിവരും. ഇതൊരു കാരണവശാലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെ കടിക്കുകയോ മാന്തുകയോ ചെയ്തത് ഒരു വന്യമൃഗമാണെങ്കിൽ ആ മുറിവ് എത്ര ചെറുതാണെങ്കിലും ശരി, അതിനെ എപ്പോഴും കാറ്റഗറി 3 ആയി മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. അതായത് ഏറ്റവും മികച്ച വൈദ്യസഹായം ഉടൻ തന്നെ തേടണം. ഓക്കെ, അപ്പോൾ റിസ്ക് നമ്മൾ മനസ്സിലാക്കി. ഇനി ഡോക്ടറുടെ അടുത്തേക്ക് ഓടുന്നതിനു മുൻപ് ആ ആദ്യത്തെ 15 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ കാര്യം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രതിരോധം. ഒന്നാമതായി, ഒഴുകുന്ന വെള്ളത്തിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും മുറിവ് നന്നായി കഴുകുക. വൈറസിനെ അവിടെ നിന്നും ഒഴുക്കിക്കളയാൻ ഇത് സഹായിക്കും. രണ്ടാമതായി, സോപ്പ് ഉപയോഗിച്ച് കഴുകുക. സോപ്പിന് വൈറസിന്റെ പുറത്തുള്ള കൊഴുപ്പിന്റെ ആവരണത്തെ അലിയിപ്പിച്ച് കളയാനുള്ള കഴിവുണ്ട്. അതുവഴി വൈറസിനെ നിർവീര്യമാക്കാം. മൂന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും മുറിവിൽ മണ്ണോ പച്ചമരുന്നുകളോ മുളകോ ഒന്നും പുരട്ടരുത്. ഇത് അണുബാധ ഉണ്ടാക്കിയ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. സാധാരണ സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുന്നത് വഴി വലിയൊരു അപകടമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു. ഇനി അടുത്തതെന്താ? അതാണ് ശരിക്കുമുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്. റാബീസിനെ പൂർണ്ണമായും തടയാൻ സഹായിക്കുന്ന ഈ ചികിത്സാരീതിയെയാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ്, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി PEP എന്ന് പറയാം. ലളിതമായി പറഞ്ഞാൽ, ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ പണി തുടങ്ങുന്നതിനു മുൻപ് അതിനെ പിടിച്ചുകെട്ടാനുള്ള ഒരു സമ്പൂർണ്ണ മെഡിക്കൽ പാക്കേജാണ് ഈ PEP. ഇതെത്രയും പെട്ടെന്ന് തുടങ്ങുന്നുവോ അത്രയും ഫലപ്രദമായിരിക്കും. ഈ PEPക്ക് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. നമുക്കിതിനെ രസകരമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ RIG. ഇതിനെ നമുക്കൊരു വാടകയ്ക്കെടുത്ത ബോഡിഗാർഡെന്ന് വിളിക്കാം. മുറിവേറ്റ ഭാഗത്ത് തന്നെയുള്ള വൈറസിനെതിരെ ഇവർ ഉടൻ തന്നെ ഒരു സംരക്ഷണം നൽകും. അതേസമയം രണ്ടാമത്തെ ആളായ റാബീസ് വാക്സിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനെ സ്വന്തമായൊരു പ്രതിരോധ സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ പരിശീലിപ്പിക്കുകയാണ്. ഇത് നമുക്ക് ദീർഘകാലത്തേക്കുള്ള സംരക്ഷണം ഉറപ്പാക്കും. ഓക്കെ, അപ്പോൾ ഈ വാടകയ്ക്കെടുത്ത ബോഡിഗാർഡും സ്വന്തം സൈന്യവുമൊക്കെ എപ്പോഴാണ് വേണ്ടത്? അതിൻ്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി പിന്തുടരുന്ന ഒരു വാക്സിനേഷൻ ഷെഡ്യൂളാണിത്. ഇതിൽ ദിവസം 0 എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായി ഡോക്ടറെ കാണുന്ന ആ ദിവസം തന്നെയാണ്. അന്ന് തന്നെ ആദ്യത്തെ ഡോസ് എടുക്കും. അതിനുശേഷം പിന്നെ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, അവസാനം 28-ാമത്തെ ദിവസം എന്നിങ്ങനെയാണ് കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, റേബീസ് മാരകമാണ്. പക്ഷേ പേടിക്കേണ്ട, നമുക്കതിനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിക്കും.
രണ്ടാമതായി, കടിയോ മാന്തലോ കിട്ടിയാൽ ഉടൻ തന്നെ കുറഞ്ഞത് 15 മിനിറ്റ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഇത് ഒരു കാരണവശാലും മറക്കരുത്. പിന്നെ അപകട സാധ്യതയുടെ കാറ്റഗറി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക, അവർ നിർദ്ദേശിക്കുന്ന ചികിത്സ പൂർത്തിയാക്കുക. ഈ ലളിതമായ കാര്യങ്ങൾ ഒരു ജീവൻ രക്ഷിക്കാൻ തന്നെ പര്യാപ്തമാണ്. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. കാരണം ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ ആദ്യത്തെ 15 മിനിറ്റിൽ എന്ത് ചെയ്യണമെന്നുള്ള ശരിയായ അറിവ് തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ ജീവൻ രക്ഷാ മരുന്ന്. നന്ദി.